സ്തുതിയായിരിക്കട്ടെ. ഒരു നല്ല അപ്പന്റെ ചാവലുള്ളിൽ അവതരിപ്പിക്കുന്ന ക്രൈസ്തവ കുടുംബത്തിന്റെ ജീവിതക്രമം എന്ന വിഷയത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. സ്നേഹമുള്ളവരെ, ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന നമുക്ക് അതിൻ്റെതായ തനിമയും ആത്മീയതയും ജീവിതശൈലിയും ഉണ്ട്. കുടുംബങ്ങളുടെ പ്രസിദ്ധനായ നമ്മുടെ സ്വന്തം കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ 19ാം നൂറ്റാണ്ടിലെ ഏതാണ്ട് മധ്യത്തിൽ നിന്നുകൊണ്ട് തന്റെ ചുറ്റുപാടുകളെ അപഗ്രഥിച്ച് നൽകിയ കുടുംബചട്ടങ്ങൾ ആ കാലഘട്ടത്തിന് മാത്രമല്ല 150 വർഷങ്ങൾക്കിപ്പുറം ഇന്നും ഇനിയും പ്രസക്തമാണെന്ന് 12 തലക്കെട്ടുകളോട് കൂടി 40 ചെറിയ ഖണ്ഡികകളിലായി എഴുതപ്പെട്ട ഒരു നല്ല അപ്പന്റെ ചാവലിലൂടെ കടന്നുപോയാൽ ആർക്കും ബോധ്യപ്പെടാം. കെട്ടിടപ്പുള്ള കുടുംബം ഒരു സാംസ്കാരിക മൂല്യമാണ്. സ്നേഹബന്ധത്തിന്റെയും മൂല്യങ്ങളുടെ ബലം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. സ്വന്തം മക്കളെ ജീവിത മൂല്യങ്ങൾ പഠിപ്പിക്കാൻ സമയമില്ലെന്ന് പറഞ്ഞ് മാതാപിതാക്കൾ ഒഴിഞ്ഞു മാറുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ചെന്നെത്തുന്നത് നാശത്തിന്റെ കുഴിയിലേക്കാണെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഉണ്ടായിട്ടും പരസ്പരം ക്ഷമിക്കാൻ സാധിക്കാത്തത് മൂലം എത്രയോ കുടുംബങ്ങളാണ് ഇന്ന് തകർച്ചയുടെ വക്കിൽ എത്തി നിൽക്കുന്നത്. ഇത്തരം സാമൂഹിക അന്തരീക്ഷത്തിലേക്ക് നാം വരുത്തി വീരുമെന്ന് തിരിച്ചറിഞ്ഞെടുത്ത് ആ ക്രാന്തദർശി ക്രൈസ്തവ സഭയ്ക്ക് നൽകിയ ഉസീത്താണ് ഒരു നല്ല അപ്പന്റെ ചാവറൂൾ. മാതാപിതാക്കളും മക്കളും ഒരുമിച്ച് ചേർന്ന വിശ്വാസത്തോടെ കുടുംബ പ്രാർത്ഥനകൾ ചൊല്ലാത്തത് മൂലമാണ് ഇന്ന് കുടുംബങ്ങളിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണമെന്ന് ചാവറയച്ചൻ അടിവരയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നു. മക്കളുടെ കൂട്ടുകെട്ടുകൾ ശ്രദ്ധിക്കണമെന്നും പുസ്തകങ്ങൾ വായിക്കാൻ കുട്ടികളെ പഠിപ്പിക്കണമെന്നും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ വിജ്ഞാനീയനായ പിതാവ് ചാവറൂളിൽ പറഞ്ഞു വെച്ചു. തന്റെ ദർശനത്തിൽ ക്രിസ്തീയ കുടുംബം എന്തായിരിക്കണമെന്നും കുടുംബത്തിൽ പുലരേണ്ട ജീവിതക്രമവും ജീവിതശൈലി ആത്മീയത എന്താണെന്നും വളരെ ലളിതമായി അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ പദ്ധതിയിൽ കുടുംബത്തിന്റെ സ്ഥാനം എന്താണ്? തിരുസഭയുടെ ദൗത്യത്തിൽ കുടുംബത്തിന്റെ സ്ഥാനം എന്താണ്? സാമൂഹിക ബന്ധങ്ങളിൽ കുടുംബത്തിന്റെ സ്ഥാനം എന്താണ്? എന്നിങ്ങനെ 3 ദിശകളിലൂടെയാണ് അദ്ദേഹം കുടുംബക്രമം അവതരിപ്പിക്കുന്നത്. കുടുംബചട്ടത്തിൽ അവതരിപ്പിക്കുന്ന പ്രധാന വിഷയങ്ങൾ: പ്രാർത്ഥനയും കൗതാശിക ജീവിതവും കുടുംബത്തിൽ എപ്രകാരമായിരിക്കണം? പരസ്പര സ്നേഹം കുടുംബത്തിൽ ഉണ്ടായിരിക്കുന്ന ആരോഗ്യപരമായ ബന്ധങ്ങൾ, ക്രിസ്തീയ കുടുംബത്തിലെ സമ്പത്തിന്റെ വിനിയോഗം, കുട്ടികളുടെ ക്രിസ്തീയ ശിക്ഷണവും വിദ്യാഭ്യാസവും, ക്രിസ്തീയ വൈവാഹിക ബന്ധത്തിന്റെ പവിത്രത, പാവപ്പെട്ടവരോടും ജോലിക്കാരോടും പുലർത്തേണ്ട കാരുണ്യത്തിന് ഇടപെടൽ, ക്രിസ്തീയ കുടുംബത്തിലെ അയൽവക്ക ബന്ധങ്ങൾ, സമയനിഷ്ഠയും കൃത്യനിഷ്ഠയും കുടുംബത്തിൽ, വിശുദ്ധിയും ലാളിത്യവും പുലരേണ്ട കുടുംബങ്ങൾ, സദാചാരനിഷ്ഠയും ദൈവഭയം കുടുംബ ജീവിതത്തിൽ, നീതിയും സമാധാനം കുടുംബത്തിൽ, മക്കൾക്ക് മാതാപിതാക്കളോടുള്ള കടമകൾ. ഇപ്രകാരം ക്രിസ്തീയ കുടുംബത്തിൽ പുലരേണ്ട എല്ലാ ദൈവിക മാനസിക ധാർമ്മിക മൂല്യക്രമങ്ങളും വളരെ സുന്ദരമായി അവതരിപ്പിക്കുന്ന കുടുംബചട്ടം ഇന്നും എന്നും എക്കാലവും ഏറെ പ്രസക്തമാണ്. കുടുംബത്തിൽ മക്കൾ ആരാണെന്ന് അദ്ദേഹം ഇങ്ങനെ വ്യക്തമാക്കുന്നു. ദൈവം തമ്പുരാൻ സൂക്ഷ്യത്തിനായിട്ട് മാതാപിതാക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന നിക്ഷേപമാണ് മക്കൾ. മക്കളെ എല്ലാ ദിവസവും ഈശോയുടെ തിരുരക്തത്തിൽ കഴുകി ദൈവ സ്നേഹത്തിൽ വളർത്തി ദിവസത്തിൽ അവരെ ദൈവത്തിന്റെ കയ്യിൽ തിരിച്ചേൽപ്പിക്കേണ്ടതാണ്. മക്കളായ നമുക്കും ചില കടമകളുണ്ട്. മാതാപിതാക്കളെ അനുസരിച്ച് അവരെ ബഹുമാനിച്ച് എല്ലാവരുടെ സ്നേഹത്തിൽ ഐക്യപ്പെട്ട് ജീവിതത്തിന്റെ കടമകൾ പാലിച്ച് നിത്യ ജീവിതത്തിനായി നിരന്തരം യത്നിക്കണം. മാതാപിതാക്കളെ അവരുടെ വാർദ്ധക്യത്തിൽ സംരക്ഷിക്കുകയും അവരെ സ്വർഗത്തിലേക്ക് നയിക്കത്തക്ക വിധം ഒരുക്കുകയും വേണം. സ്നേഹമുള്ളവരെ, കുടുംബ ബന്ധങ്ങളും വിശ്വാസ ജീവിതവും കൂദാശ ജീവിതവും തകർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ സ്നേഹമുള്ള അപ്പന്റെ ഏറെ പ്രസക്തമായ ഉപദേശങ്ങൾ തിരികെ കൊണ്ടുവരാൻ പ്രാവർത്തികമാക്കാം. അങ്ങനെ നമ്മുടെ കുടുംബങ്ങൾ സ്വർഗത്തിന് മറ്റൊരു പതിപ്പാക്കി മാറ്റാം. വിശുദ്ധ ചാവറ പിതാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ജയ് ക്രൈസ്റ്റ്.